ആ രാത്രിയിൽ മാനമിങ്ങനെ ഇരുണ്ടു തുടങ്ങിയിരുന്നു. 2 ബുദ്ധഭിക്ഷുക്കൾ അവരുടെ വിഹാരത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. വലിയൊരു നദി മുന്നിൽ ഒഴുകുന്നുണ്ട്. നല്ല വെള്ളം കൂടിയ സമയമാണ്, അടിയൊഴുക്കുള്ള സമയമാണ്. ഈ നദി മുറിച്ച് കടന്നു വേണം തങ്ങളുടെ വിഹാരത്തിലേക്ക് അവർക്കെത്താൻ. അങ്ങനെ ഇനി എന്തായാലും ഒരു ചെങ്ങാടമോ മറ്റൊന്നും ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഈ ബുദ്ധഭിക്ഷുക്കൾ ഈ നദി എങ്ങനെയെങ്കിലും നീന്തിയിട്ട് മുറിച്ച് കടന്ന് തങ്ങളുടെ വിഹാരത്തിലേക്ക് എത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നദി മുറിച്ച് കടക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ആ ബുദ്ധഭിക്ഷുക്കളിൽ ഒരാൾ തൊട്ടപ്പുറത്തൊരു സ്ത്രീ രൂപം കാണുന്നത്. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? എൻ്റെ വീടും ഈ നദിയുടെ അപ്പുറത്താണ്. ഇനിയൊരു ചെങ്ങാടവും ഈ രാത്രി എനിക്കൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് എങ്ങനെ ഈ നദി മുറിച്ച് കടന്ന് അപ്പുറത്ത് പോകാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബുദ്ധഭിക്ഷു പറഞ്ഞു, എന്തായാലും എനിക്കും ഈ നദിയുടെ അപ്പുറത്തേക്ക് കടക്കണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചുമലിൽ കയറിക്കോളൂ, ഞാൻ നിങ്ങളെ നീന്തിയിട്ട് ഈ നദിയുടെ അപ്പുറത്തെത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും നദിയിലൂടെ നീന്തിയിട്ട് നദിയുടെ അപ്പുറത്തെത്തി. ഈ ബുദ്ധഭിക്ഷു ആ സ്ത്രീയെ നദിയുടെ അപ്പുറത്തെത്തിച്ചപ്പോൾ ആ സ്ത്രീ സ്വാഭാവികമായും അവരുടെ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ബുദ്ധഭിക്ഷുക്കൾ തങ്ങളുടെ വിഹാരത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ആ സ്ത്രീയെ ചുമലിലേറ്റിയ ബുദ്ധഭിക്ഷുവിനോട് രണ്ടാമത്തെ ബുദ്ധഭിക്ഷു ഇങ്ങനെ കയർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഒരു സ്ത്രീയെ സ്പർശിച്ചത്? നമ്മുടെ മതത്തിൻ്റെ പാവനമായ സംസ്കാരം, അതിൻ്റെ പാവനമായ മൂല്യങ്ങളെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. ആരെങ്കിലും ഇത് കണ്ടാൽ അവരെന്ത് പറയും? എങ്ങനെ ഒരു സ്ത്രീയെ സ്പർശിക്കാൻ, ഒരു സ്ത്രീയെ തൊടാൻ, ഒരു സ്ത്രീയെ ചുമലിലേറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീയെ ചുമലിലേറ്റിയ ബുദ്ധഭിക്ഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ ആ സ്ത്രീയെ ആ നദിക്കരയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആ സ്ത്രീയെ ചുമലിലേറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പരീക്ഷകൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലെ പല മേഖലകളിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൂതകാലങ്ങളിൽ നമുക്ക് കാലിടറിയിട്ടുണ്ടാകും. പല പരീക്ഷകളിലും നമ്മൾ തോറ്റിട്ടുണ്ടാകും, പല പരീക്ഷകളിലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഹതാശരായി നിന്നിട്ടുണ്ടാകും. പക്ഷേ ആ ഓർമ്മകളാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ചുമലിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഓർമ്മകളാണ് ഇപ്പോഴും നമ്മുടെ തലയിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പരീക്ഷയ്ക്ക് ഞാൻ വിജയിക്കുമോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റിഫ്ലക്ഷന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങളെ തേടി വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകളായിരിക്കും. UGC നെറ്റ് ഓർ JRF എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന ഓരോരുത്തരുടെയും മുന്നിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓർ സെക്കൻഡ് അറ്റംപ്റ്റ് അല്ല തേർഡ് അറ്റംപ്റ്റിലൊക്കെ അവർ പരാജയപ്പെട്ട ഓർമ്മകൾ, ഇനി ഒരിക്കലും എനിക്ക് ഈ പരീക്ഷ ജയിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത പലപ്പോഴും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മളുടെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ഈ ബുദ്ധഭിക്ഷുവിൻ്റെ കഥയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഗുണപാഠമെന്ന് പറയുന്നത്, നമ്മളുടെ ഭൂതം നമ്മൾ അവിടെ ഉപേക്ഷിക്കണം. അത് തലയിലേറ്റിക്കൊണ്ട് ഭാവിയിലേക്കുള്ളൊരു സഞ്ചാരം അത്ര സുഗമമായിരിക്കില്ല എന്നാണ്. ലോകപ്രസിദ്ധനായ ഒരു വയലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം സ്പാനിഷ് വയലിസ്റ്റായ സരസൈറ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് അന്നത്തെ പ്രസിദ്ധനായ ഒരു കലാവിമർശകൻ പറഞ്ഞത്, ലോകം കണ്ട ഏറ്റവും വലിയ ജീനിയസാണ് സരസൈറ്റ് എന്നാണ്. എന്നാൽ ആ ജീനിയസ് എന്ന് പറയുന്ന ടേമിനോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിശേഷണത്തോട് സരസൈറ്റ് പ്രതിവചിച്ചത് ചിരിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെക്കുറിച്ച് ഇവർ പറയുന്നു ഞാനൊരു ജീനിയസ് ആണെന്ന്, പക്ഷേ എൻ്റെ 39 വർഷക്കാലവും ഓരോ ദിവസവും 14 മണിക്കൂർ ഞാൻ എൻ്റെ വയലിൻ പരിശീലിക്കുകയായിരുന്നു എന്നത് ഇവർക്കറിയില്ലല്ലോ. അങ്ങനെയാണ് ഒരു ജീനിയസ്, അല്ലെങ്കിൽ കൃത്യമായ കൺസിസ്റ്റൻ്റായ ഹാർഡ് വർക്കിലൂടെ, സ്മാർട്ട് വർക്കിലൂടെയാണ് ഇന്ന് ഞാനൊരു ജീനിയസ് ആയത്. ഇന്നിവർ എന്നെ ജീനിയസ് എന്ന് വിളിക്കുന്നു, പക്ഷേ എൻ്റെ ഹാർഡ് വർക്കാണ്, എൻ്റെ പേഴ്സിസ്റ്റൻ്റാണ് എന്നെ ഇങ്ങനെ എത്തിച്ചത് എന്നാണ് സരസൈറ്റ് പറയുന്നത്. ലോകത്ത് ഏതൊരു മനുഷ്യനും ഒരുപോലെയുള്ള ഒരേ ഒരു കാര്യം, ലോകത്ത് പല റിസോഴ്സുകൾ നമുക്കുണ്ട്. നമ്മളുടെ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, നമ്മളുടെ സൈക്കോളജിക്കൽ, നമ്മുടെ സ്മാർട്ട്നെസ് എല്ലാം ഓരോരുത്തർക്കും ഡിഫറൻ്റാണ്. പക്ഷേ ലോകത്തെല്ലാവർക്കും ഒരുപോലെ കനിഞ്ഞു നൽകപ്പെട്ട ഒരേ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് സമയമാണ്. ഒരു ദിവസം എല്ലാവർക്കും 24 ഹവേഴ്സാണ്. ലോകത്ത് എത്ര ബിസി ആയിട്ടുള്ള, ലോകത്തെ വലിയ പൊളിറ്റീഷ്യന്മാർക്കും വലിയ ലോക ലീഡേഴ്സിനും എനിക്കും നിങ്ങൾക്കും എല്ലാം 24 ഹവേഴ്സാണ്. ഇതാണ് സമയത്തിൻ്റെ ഒരു പ്രത്യേകത. ദ മോസ്റ്റ് പ്രഷ്യസ് റിസോഴ്സ് ദാറ്റ് ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സമയമാണ് മറ്റുള്ളവരെ പോലെ കൃത്യമായി ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് സമയമാണ്. പക്ഷേ ഈ സമയം പലപ്പോഴും 24 മണിക്കൂർ കൊണ്ട് പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം.
ഇതിന് സാരസൈറ്റ് പറഞ്ഞതുപോലെ 14 മണിക്കൂറാണ് അദ്ദേഹം 39 വർഷക്കാലം കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വയലിനിസ്റ്റ് പരിശീലിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു ജീനിയസ് ആയത്. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള സമയം അതിൻ്റെ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും തയ്യാറാകണം എന്നതാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ കേൾക്കുന്ന ഒരു ടേമാണ്. പക്ഷേ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യം കൃത്യമായി പ്രിഫറൻസ് ഓർഡറിൽ സെറ്റ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഓരോ സമയവും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്താണ്, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പഠനം മാത്രമല്ല. നമ്മുടെ കളി നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഓരോന്നിനും അതിനോട് ആനുപാതികമായിട്ടുള്ള സമയം നൽകാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഓരോ ദിവസവും കൃത്യമായ പ്രിഫറൻസ് ഓർഡറിൽ മുന്നോട്ട് പോകണം. ഇൻ കേസ് നമുക്കൊരു ദിവസം നമ്മൾ കരുതിയ സമയത്തിനനുസരിച്ചുള്ള ഒരു വർക്ക് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിക്കരുത് എന്നാണ് ബുദ്ധഭിക്ഷുവിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്യണം? പിറ്റേ ദിവസത്തെ വർക്ക് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസം പരിപൂർണതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യരൊരിക്കലും പെർഫെക്റ്റ് ആവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പെർഫെക്ഷനിസം ഒഴിവാക്കിയിട്ട് നമുക്ക് മാക്സിമം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ നാളെ ചെയ്യാം എന്ന ചിന്ത നമ്മൾ മാറ്റിവെക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മൾ ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുക. പിറ്റേ ദിവസം ഇന്നലെ ചെയ്തത് പൂർത്തിയാക്കാത്തതിൻ്റെ ആലോചനകളിൽ പിറ്റേ ദിവസത്തിനെ കൂടി നമ്മൾ പ്രയാസപ്പെടുത്തരുത്. പിറ്റേ ദിവസം നമ്മൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടാകും. തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയവും ഉണ്ടാകും. അടുത്ത വിജയം നമ്മളുടേതാവട്ടെ. നവാസ് സൈനിങ് ഓഫ്.